നമ്മളെ പറ്റിയുള്ള യഥാർത്ഥ അഭിപ്രായം എന്താണ് നാട്ടുകാർ പറയും. വാ കേൾക്കാം. സീക്രട്ട് ഏജന്റ് ഇന്നലെ മുതൽ എയറിലാണ്. കൂട്ടുകാരനെ പിടിച്ച് കാറിനകത്തിരുത്തി മാർക്കോയെ കുറിച്ച് എന്തൊക്കെ അവരാധം പറഞ്ഞു. നാട്ടുകാർ പച്ചക്ക് തളർന്നു. ഞാൻ ഇന്നലെ കണ്ട മാർക്കോ മൂവിയുടെ റിവ്യൂ കണ്ടിറങ്ങി കുറച്ചു നേരം കൊണ്ട് തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും നല്ല രണ്ട് വർത്തമാനം തന്റെ വായിന്ന് കേട്ടത് എനിക്ക് ചത്താ മതിയായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ കമൻറ്റ് ബോക്സ് ഒന്നും അധികം അങ്ങനെ ശ്രദ്ധിച്ചില്ല. ഞാൻ തുടക്കത്തിലൊരു 10 മിനിറ്റ് ഇങ്ങനെ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ ഇൻട്രാക്ട് ചെയ്തിട്ട് പിന്നെ ഞാൻ പോയി. ഐ വാസ് എക്സ്പെക്ടിങ്. മോനെ ദാമു, നിന്റെ വെടി ഞാൻ കുറെ കേട്ടതല്ലേടാ. ഞാൻ നോക്കുമ്പോൾ ഇന്ന് രാവിലെ ആയപ്പോഴത്തേക്ക് സീക്രട്ട് ഏജന്റ് മാർക്കോനെ കുറിച്ച് പറഞ്ഞതാണ് ഏറ്റവും വലിയ വിവാദം. ഗംഭീരൻ പെർഫോമൻസ്. ഞാൻ അങ്ങനെ നോക്കി, ഒരു ചാൻസ് ഇട്ടപ്പോഴേക്കും തളപ്പെട്ട് കയറല്ലേ. മാർക്കോ സിനിമേനേക്കാൾ ചർച്ചയാവുന്നത് സീക്രട്ട് ഏജന്റ് മാർക്കോനെ കുറിച്ച് പറഞ്ഞു അങ്ങനെ ഇങ്ങനെ എന്നുള്ളത്. അത് ഏത് വകുപ്പില്? പേഴ്സണൽ ഇൻബോക്സിൽ വന്നിട്ട് എന്റെ പൊന്നെ നീ ആരടാ ഉണ്ണിയെ പറയാൻ, നീ ആരടാ മറ്റത്. എന്റെ മൂവി ഒപ്പീനിയൻ കേട്ടിട്ട് പടത്തിന് പോകുന്ന ഒരുപാട് പേരുണ്ട് എന്നുള്ള എന്നോട് പേഴ്സണലി കുറെ പേര് പറയാറുണ്ട്. അത്രക്ക് ദാരിദ്ര്യമുള്ള നാട്ടിലില്ല. ഞാൻ അങ്ങനത്തെ ഒരാളല്ല. കാരണം ഞാൻ ഈ 3-3.5 കൊല്ലത്തിനിടയിൽ ഇനി കേൾക്കാത്ത തന്തയ്ക്ക് വിളി തള്ളക്ക് വിളിയില്ല. പക്ഷെ ഇതൊന്നും അല്ല ഹൈലൈറ്റ്. എടേ നമ്മുടെ അരിയണ്ണൻ ഈ ജന്മം ഒന്നും താഴെ ഇറങ്ങുമെന്ന് തോന്നുന്നില്ല ഗൈസ്. നമ്മൾ ഇന്നലെ നമ്മളെടുത്ത് തൂക്കി, അത് കഴിഞ്ഞ് വേറെ കുറെ ചാനലുകാരെടുത്ത് തൂക്കി. ഇപ്പൊ നോക്കിയപ്പോ പടം എന്തായാലും കേറി കൊളത്തിയിട്ടുണ്ട്. എല്ലാവരും ഭയങ്കര പോസിറ്റീവ് റിപ്പോർട്ടാണ് പറഞ്ഞിട്ടുള്ളത്. നോർമൽ കഥയുടെ ഒരു നമ്മൾ ഈ വയലൻസ് അങ്ങോട്ട് മാറ്റി നിർത്തുകയാണെങ്കിൽ സിനിമയിൽ പ്രത്യേകിച്ച് ഭയങ്കര സംഭവം കഥ എന്ന് പറഞ്ഞാൽ വെരി നോർമൽ. നിനക്ക് പിന്നെ അസുഖമില്ലാത്തോണ്ട് കുഴപ്പമില്ലട്ടാ. എനിക്ക് തോന്നുന്നത് അറിയാം, ഇവൻ തലേ ദിവസം ഫുള്ള് കണ്ണിൽ എണ്ണ ഒഴിച്ചിട്ട് പൊട്ടണേ പൊട്ടണേ പടം പൊട്ടണേ എന്ന് പ്രാർത്ഥിച്ച് ആ ഒരു ഇതിനു വേണ്ടി നിൽക്കുകയായിരിക്കും. തൂക്കിയല്ലോ നാഥ. ആ മുഖത്തുണ്ട്. കാരണം പടം കേറി കൊളത്തുകയും ചെയ്തു. അവന്റെ മുഖത്തനുണ്ടല്ലോ ആകെ ഒരു നിരാശയും പ്ലസ് ആ ഒരു സംഭവമാണ് അവന്റെ മുഖത്തുണ്ടായിരുന്നത്. ഇത്തിരി ഉളുപ്പ് ഉണ്ടായിക്കൂടെ സായി കൃഷ്ണ എന്ന സീക്രട്ട് ഏജന്റ് യൂട്യൂബർ. സംഭവം ശരിയാണ്, നിനക്ക് പ്രശ്നം ഉണ്ടാവും. നിന്നെ കുറെ തെറി വിളിച്ചു, അതൊക്കെ ഇങ്ങനെ കേട്ടുന്ന് നീ അത് കണ്ടന്റ് ആക്കി. എന്നാലും ഭിക്ഷയല്ലേ, നിന്റെ ഫോളോവേഴ്സ് ഒന്നുമില്ലെങ്കിൽ അതെങ്കിലും നീ ഒന്ന് മനസ്സിലാക്കണ്ടേ സായി കൃഷ്ണ. ഒന്നുമില്ലല്ലോ, നിനക്ക് കിട്ടുന്ന പകുതി ഫോളോവേഴ്സും ആ ഒരൊറ്റ നിന്റെ എന്താ പറയാ അന്നത്തെ ഒരു കോളോട് കൂടി കിട്ടിയിട്ടുള്ളതാണ്. അത് ഉണ്ണി മുകുന്ദന്റെ ഭിക്ഷ എന്ന് തന്നെ പറയാം. ഉണ്ണി മുകുന്ദനെ പോലെ ഒരു സ്റ്റാർഡമുള്ള ഒരു നടൻ നിന്നെ വിളിക്കാന്നൊക്കെ പറഞ്ഞാൽ തന്നെ നിന്റെ ലൈഫിലൊരു വലിയൊരു നിമിത്തമായിരുന്നു അത്. എന്നിട്ടും നിന്റെ ഫ്രസ്ട്രേഷൻ തീരുന്നില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് ഒരു ബുദ്ധിമുട്ട് തോന്നിയത്. ഒന്നാമത് നിന്നെ എല്ലാവർക്കും മനസ്സിലായി. പിന്നെ നീ കണ്ടന്റ് പറയുന്നതിന്റെ ഇടയിൽ കൂടെ നിന്റെ കമന്റ് ഒക്കെ ഒന്ന് ഇടയ്ക്ക് തുറന്നു നോക്കുക. ഇവിടെ പിള്ളേര് വായിച്ച് ചിരിക്കുകയാണ് തെറിയുടെ അഭിഷേകം കേട്ടിട്ട്. പിള്ളേര് ഡൗൺലോഡ് ചെയ്ത് സിനിമ കാണുന്ന കാലമാ ഇതവരെ കണ്ടാലേ എന്നെ കൂവി കോണോടുപ്പി. നീ 7 ജന്മം എടുത്താലും പണ്ട് ഉണ്ണിമുകുന്ദന്റെ ഫസ്റ്റ് സിനിമയായ മല്ലു സിംഗിലെ ഒരു സീന് റീൽസിൽ പോലും ചെയ്ത് ഇമേജ് ഉണ്ടാക്കാൻ നിനക്ക് പറ്റില്ല. അമേരിക്കയും സൊമാലിയും തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ട്. നിനക്ക് പറ്റുന്നത് ഇതുപോലെ വാഗുണ്ട അലട്ടി ഈ പരിപാടിയെ പറ്റുള്ളൂ. അതാണ് നിങ്ങൾ തമ്മിലുള്ള ഉണ്ണിയും മുകുന്ദനും സീക്രട്ട് ഏജന്റും തമ്മിലുള്ള ഡിഫറൻറ്റ്. ഓരോ അരിമണിയും ഞാൻ പഠിക്കും. ഞാൻ ഉറച്ചു നിൽക്കുന്നു ഇതിനാണെന്ന്. പക്ഷെ അരി മേടിക്കാനാണെന്ന് പറഞ്ഞപ്പോ പിന്നെ ഞാൻ അന്ന് തൊട്ട് പിന്നെ ഞാൻ എനിക്കൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായി പോയി. ഞാൻ പോകണേ, എല്ലാരും കൈവച്ചല്ലോ, ഇനി ആർക്കും പരാതിയില്ലല്ലോ.